റോദറിക് ക്ലേ, മൈക്ക് ടൈസൺ, പിന്നെ അതുപോലെ നല്ല ഈ ആഫ്രിക്കൻ താരങ്ങളുടെ ബോഡി, നല്ല ഫിറ്റായിട്ടുള്ള ബോഡി. അക്രമവാസനയുള്ള ആളാണ്. അല്ലല്ല, അവരെ സ്റ്റാമിന, ബോഡി, വയറൊന്നുമില്ലാതെ ഇങ്ങനെ ശരിക്കും. പിന്നെ ആഗ്രഹമല്ല, എനിക്ക് ചില സിനിമയിലൊക്കെ ചില കഥാപാത്രങ്ങൾ, ഇപ്പോൾ സ്ഫടികത്തിൽ ലാലേട്ടൻ ചെയ്ത് കഥാപാത്രമല്ലേ, അതുപോലെ അഭിനയിക്കണം എന്നല്ല, അതുപോലെ ജിഗറുള്ള ഒരു കഥാപാത്രമായിട്ട് ജീവിക്കണമെന്ന് തോന്നുന്നു ചില സമയത്ത്. അത് ആരെയും പേടിയില്ലാതെ സഹിച്ചിട്ടും അങ്ങനെയുള്ള ഇതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ് അങ്ങനെയുള്ള. പിന്നെ ഇപ്പോഴുള്ള എൻ്റെ ഇപ്പോൾ സ്റ്റിൽ ഈ നിമിഷത്തുള്ള എൻ്റെ ആഗ്രഹം, അതായത് എൻ്റെ വിശ്വാസക്കോണിൽ നിന്നുകൊണ്ട് എനിക്ക് നല്ല, അതായത് ഈ പടച്ചവൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, ആ ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന മഹത്തുക്കളോട് കുറേ അറിവുകൾ നേടി, ആ സത്യസന്ധമായ അറിവുകൾ കൂട്ടുകാരുടെ ഇരുന്നൊക്കെ സംസാരിക്കാൻ, അതുപോലെ പിന്നെ മറിച്ചും ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്ന കുറച്ച് കൂട്ടുകാർ, അത് സത്യത്തിൽ എനിക്കിപ്പോൾ നല്ലൊരു ലഹരിയായിട്ട് തോന്നുന്നു. അതായത് പരമമായ പടച്ചവൻ എന്നുള്ളൊരു സത്യത്തിൻ്റെ കാമ്പ്, അതിൻ്റെ കാമ്പുണ്ടല്ലോ. അതെ അതെ, നമ്മൾ ഇതുവരെ കേട്ട് വന്നതല്ലാതെ യഥാർത്ഥത്തിലുള്ള കേട്ട് വന്നതൊന്നും ഇല്ലാത്ത എന്നല്ല പറഞ്ഞതിനർത്ഥം, സത്തായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കാരണം നമ്മൾ എന്തായാലും ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ ഒരു വിശ്വാസക്കോണിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കേണ്ട ഒരു ഫ്രെയിമിൽ ലാൻഡ് ചെയ്യാനുള്ളൊരു മാനസിക പവർ, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട്. നമുക്ക് നേരിട്ട് ഒരുപാട് ആൾക്കാർ അറിയില്ലെങ്കിലും നമുക്ക് അറിയാം, അവരൊക്കെ അപാരമായ ദൈവ സാന്നിധ്യം മനസ്സിലുള്ള ആൾക്കാരാണ്. അല്ലാതെ കുറേ വേഷം കെട്ടി നടന്നുകൊണ്ടോ, ചിലപ്പോൾ ഒരു തെരുവോരത്തുനിന്ന് രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആൾക്കാരുടെ ഇടയിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും ആരും, കാരണം നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ആകണമെന്നുള്ള ആഗ്രഹമുണ്ട്.